वल्लभ गिरिवरधारी जय गोपीजन वल्लभ गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरवनचारि जय राधा माधव कुञ्ज बिहारी जय गोपीजन वल्लभ गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरवनचारि जय राधा माधव जय कुञ्ज बिहारी जय राधा माधव जय राधा माधव जय राधा माधव जय राधा माधव जय राधे जय राधे जय राधे जय श्री राधे जय प्रभुपाद जय प्रभुपाद जय प्रभुपाद जय श्रील प्रभुपाद जय गुरुदेव जय गुरुदेव जय गुरुदेव जय श्री गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे शिल प्रभुपाद की जय शिल गुरुदेव की जय निताय गौर प्रमानंदे हरि हरि बोल हरे कृष्ण ഇന്നത്തെ ശ്ലോകം ഭാഗവതത്തിന്റെ രണ്ടാം അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകമാണ്. സോറി പ്രഭു. സവേ പുംസാം പരോധർമ്മ യദോ ഭക്തിരതോക്ഷജേ. സവേ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരതോക്ഷജേ അഹൈദുക്യ പ്രതിഹത യയാത്മാസു പ്രസീദതി. ശ്ലോകം 6. സവേ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരതോക്ഷജേ അഹൈദുക്യ പ്രതിഹത യയാത്മാസു പ്രസീദതി. സഹ അത് വൈ നിശ്ചയമായും പുംസാം മനുഷ്യരാശിക്കായി പരഹ ശ്രേഷ്ഠമായ ധർമ്മഃ ധർമ്മം യതഃ അതനുസരിച്ച് ഭക്തിഹി ഭക്തിയുടെ സേവനം അധോക്ഷജ സർവാതിശായി ആയതിലേക്ക് അഹൈതുക അപ്രതിഹത പ്രതിബന്ധങ്ങളില്ലാത്ത നിർവിഘ്ന യയ അതിൻ പ്രകാരം ആത്മാവ് സുപ്രസീദതി പരിപൂർണ സംതൃപ്തനായി. ഹരേ കൃഷ്ണ. കീർത്തനം. സർവാതിശായിയായ ഭഗവത് ഭക്തിയുടെ സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശിയുടെയും പരധർമ്മം. അത്തരം ഭക്തിയുത സേവനം നിശ്ചയമായും അഹൈതുകവും നിർവിഘ്നവും ആത്മാവിനെ പൂർണ്ണമായും സംതൃപ്തമാക്കുന്നതും ആയിരിക്കണം. ഹരേ കൃഷ്ണ. ഇവിടെ വിവർത്തനം നമ്മളോട് പറഞ്ഞു തരുന്നു. പരധർമ്മം എന്താണ്? നമ്മുടെ പരധർമ്മം. പര എന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠമായത്. അപ്പോ നമ്മുടെ ധർമ്മവും ശ്രേഷ്ഠമായതായിരിക്കണം. അപ്പൊ അതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമ്മളുടെ ഋഷിമാരുടെ അന്വേഷണത്തിന് ഇവിടെ നിന്നാണ് ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോ ആ നൈമിഷാരണ്യത്തിലുള്ള ഋഷിമാര് ശൗനക മഹർഷിയോട് ചോദിക്കുമ്പോൾ ആ എങ്ങനെയാണ് ധർമ്മം പരിപാലിക്കേണ്ടത്, അപ്പൊ ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ധർമ്മം പാലിക്കണം, എന്താണ് ധർമ്മം പാലിക്കുക എന്നല്ല, എന്താണ് നമ്മുടെ ധർമ്മം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതിന്
നമ്മുടെ ശ്രീലപ്രഭുപാദയുടെ ഭാവാർത്ഥം നോക്കാം. ശ്രീലപ്രഭുപാദ കി ജയ്. നൈമിഷാരണ്യത്തിലെ ഋഷിമാരുടെ പ്രഥമ അന്വേഷണത്തിന് ഈ പ്രസ്താവനയിൽ ഉത്തരമേകുന്നു. വെളിപ്പെടുത്തപ്പെട്ട അഖില ധർമ്മശാസ്ത്രങ്ങളുടെയും സംക്ഷേപം വിശദമാക്കുവാനും പതിതാത്മാക്കൾക്കും സാമാന്യ ജനങ്ങൾക്കും എളുപ്പത്തിൽ ഉൾക്കൊള്ളാവുന്ന സുപ്രധാന ഭാഗം അവതരിപ്പിക്കാനും ഋഷിമാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മാനവർക്ക് 2 വ്യത്യസ്ത തരം കർമ്മങ്ങളാണ്, അതായത് ധർമ്മങ്ങളാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. പ്രവൃത്തി മാർഗം അഥവാ ഇന്ദ്രിയ സംതൃപ്തി മാർഗവും പരിത്യാഗ അഥവാ സന്യാസ മാർഗവും. ഇന്ദ്രിയ സംതൃപ്തി മാർഗം അധമവും പരിത്യാഗ മാർഗം പരമകാരണ ഹേതുവുമാകയാൽ ഉന്നതവുമാണ്. ജീവാത്മാവിന്റെ ലൗകികാസ്തിത്വം എന്നത് യഥാർത്ഥ ജീവിതത്തിന്റെ രോഗാവസ്ഥയാണ്. യഥാർത്ഥ ജീവിതം ആത്മീയ അസ്തിത്വമാകുന്നു. അവിടെ ജീവിതം ശാശ്വതവും പരമാനന്ദപൂർണവും വിജ്ഞാന സമ്പൂർണവുമാകുന്നു. ഭൗതിക അസ്തിത്വത്തിൽ ജീവിതം ക്ലേശഭരിതവും താൽക്കാലികവുമാകുന്നു. അവിടെ ആനന്ദമൊന്നില്ല. ദുരിതശമനവും സന്തോഷമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ആകയാൽ അസ്ഥിരവും ക്ലേശഭരിതവുമായ പുരോഗമനപാത അധമമാകുന്നു. എന്നാൽ നിത്യവും പരമാനന്ദപൂർണവും അഭിജ്ഞാന സമ്പൂർണവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന പരമപുരുഷ ഭക്തിയുടെ സേവനം സവിശേഷ ധർമ്മമാകുന്നു. എന്നാലും ചിലപ്പോഴൊക്കെ നിലവാരമില്ലാത്ത കാര്യങ്ങളാൽ ഇതിൽ മാലിന്യം കലരാം. ദൃഷ്ടാന്തമായി ഭൗതിക ലാഭത്തിനായി സ്വീകരിക്കപ്പെടുന്ന ഭക്തിയുടെ സേവനം സർവസംഘ പരിത്യാഗ പുരോഗമന പാതയ്ക്ക് നിശ്ചയമായും വിഘ്നമാകുന്നു. ജീവിതത്തിന്റെ രോഗാതുരാവസ്ഥയിലെ സന്തോഷത്തെക്കാൾ ഇന്ദ്രിയ ആസ്വാദനത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് പരമക്ഷേമത്തിനായുള്ള സർവസംഘ പരിത്യാഗമോ ഇന്ദ്രിയ നിഗ്രഹമോ ആണ്. അത്തരം ആസ്വാദനങ്ങൾ രോഗലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല രോഗകാലാവധിയെ നീട്ടുകയും ചെയ്യുന്നു. ആകയാൽ ഭഗവത് ഭക്തിയുത സേവനം പരിശുദ്ധമായിരിക്കണം. അതായത് ഭൗതിക ആസ്വാദനാഭിലാഷം ലവലേശം ഉണ്ടാവരുത്. ആകയാൽ അനാവശ്യമായ മോഹങ്ങളുടെയോ ബലോദിഷ്ട കർമ്മങ്ങളുടെയോ ദാർശനിക ഊഹാപോഹങ്ങളുടെയോ നേർത്ത മാലിന്യം പോലും കലരാത്ത സർവഗുണ സമ്പന്നമായ പരമധർമ്മമായ ഭക്തിയുടെ സേവനമാണ് സ്വീകരിക്കേണ്ടത്. ഭഗവത് സേവനമാകുന്ന ശാശ്വത ആനന്ദത്തിലേക്ക് നയിക്കപ്പെടാനുള്ള ഏക മാർഗമാണത്. ധർമ്മം എന്നാൽ ഒരാളുടെ അസ്തിത്വത്തെ പാലിക്കുന്നത് ഏതോ അത് എന്നർത്ഥമാകയാൽ ധർമ്മത്തെ ഉപായമായി മനഃപൂർവ്വമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പരമപുരുഷനായ കൃഷ്ണനുമായുള്ള ഒരുവന്റെ ശാശ്വത ബന്ധത്തെയും തന്റെ പ്രവർത്തനങ്ങളെയും സംയുക്തമാക്കുന്ന ഒന്നാകണം ഒരു ജീവാത്മാവിന്റെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പ്. ജീവാത്മാക്കളുടെ മുഖ്യ കേന്ദ്രം കൃഷ്ണനാകുന്നു. ജീവനുള്ള എല്ലാ ചരാചരങ്ങളിലും വച്ച് സർവാകർഷണനും ജീവാത്മാക്കളിലും ശാശ്വതമാവയിലും വച്ച് ശാശ്വതമായ രൂപമുള്ളവനുമാകുന്നു ശ്രീകൃഷ്ണൻ. ഓരോ ജീവാത്മാവിനും ആത്മീയ അസ്തിത്വത്തിൽ അതിൻ്റെതായ നിത്യസ്വരൂപമുണ്ടെന്ന് മാത്രമല്ല അവയ്ക്കെല്ലാം സ്വീകാര്യമായ ശാശ്വത ആകർഷണം കൃഷ്ണനാകുന്നു. കൃഷ്ണൻ സർവഥാ പരിപൂർണനും മറ്റുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളുമാകുന്നു. അവിഭാജ്യ ഘടകവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം സേവകനും സേവിക്കപ്പെടുന്നവനും തമ്മിലുള്ളതാകുന്നു. ഇത് ഭൗതിക അസ്തിത്വത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അതീന്ദ്രിയ ബന്ധമാകുന്നു. സേവകനും സേവിതനും തമ്മിലുള്ള ഈ ബന്ധം ഗാഢ സൗഹൃദത്തിന്റെ അതീവ സുഖാവഹ രൂപമാകുന്നു. ഭക്തിയുത സേവനം വികാസം പ്രാപിക്കുന്നതോടൊപ്പം ഒരാൾ ഇത് മനസ്സിലാക്കുന്നു. ഭൗതിക അസ്തിത്വത്തിലെ നിലവിലുള്ള സോപാധിക അവസ്ഥയിലാണെങ്കിൽ തന്നെയും അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ ഭഗവത് ഭക്തിയുത സേവനത്തിൽ നിശ്ചയമായും ഏവരും ഏർപ്പെടണം. അപ്രകാരമായാൽ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള സൂചന ക്രമേണ ഒരാൾക്ക് ലഭിക്കും. അവൻ പൂർണ്ണ സംതൃപ്തനാവുകയും ചെയ്യും. ശ്രീല പ്രഭുപാദ് കി ജയ്. നാരായണൻ നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീം മൂകം കരോതി വാചാലം പങ്കും ലങ്കൈതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യം ഈശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ ശിക്ഷാഗുരുക്കന്മാരുടെയും ദീക്ഷാഗുരുവിന്റെയും എല്ലാ വൈഷ്ണവരുടെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഞാൻ ഇത് ക്ലാസ് തുടങ്ങാണ്. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് ധർമ്മം എന്താണെന്ന്. അപ്പൊ ഇവിടെ ഇതൊരു ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്, കാണാപ്പാഠം പഠിക്കാൻ ചെയ്യേണ്ട ശ്ലോകമാണ്. അതായത് സവി പുംസ പരോധർമ്മ. പരോധർമ്മം എന്താണ്? പരധർമ്മം. പരധർമ്മം എന്ന് പറഞ്ഞാൽ
ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനം. എന്തുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനമാണോ? പരമമായ ധർമ്മം, അതാണ് ശ്രേഷ്ഠം. പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ധർമ്മം. ഈ ശ്രേഷ്ഠമായ ധർമ്മമാവുന്നത് എപ്പോഴാണ്? നമ്മള് ഭഗവാനെ ശ്രേഷ്ഠം, ഈ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മമേ വാംശോ ജീവലോകേ, നിങ്ങൾ എല്ലാവരും ഈ ലോകത്ത് എന്റെ അംശമാണ്. അപ്പോ അംശത്തിന്റെ ഡ്യൂട്ടിയാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്, അല്ലെ? എപ്പോഴും സേവകനാണ്, പരമാസ്വാദകനായ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിന്റെ കടമ. അപ്പോ ആ ജീവാത്മാവ് ഭഗവാനെ എങ്ങനെ സേവിക്കണം, എന്താണ് നമ്മുടെ ഓരോ മനുഷ്യജന്മത്തിന്റെയും ഉദ്ദേശം. അപ്പൊ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുള്ളത് വെറുതെ അല്ല. 84 ലക്ഷം ജീവജാലങ്ങളിൽ കൂടെ പലതരത്തിലുള്ള ശരീരമെടുത്ത് അവസാനം കിട്ടുന്നതാണ് ഈ മനുഷ്യജന്മം. അപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക? നമ്മുടെ കഷ്ടപ്പാടാണ്, നമ്മുടെ ഇതെന്ന് പറഞ്ഞ് നമ്മളുടെ പൂർവം എന്താണെന്നുള്ളത് നമ്മൾ മറന്നു പോണു. നമ്മൾ അങ്ങനെ മറന്നിട്ട് ഈ ബദ്ധനായ ജീവാത്മാക്കളെ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചും ബന്ധനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബന്ധനസ്ഥയിൽ ഇരിക്കുന്ന പക്ഷം നമുക്കൊരിക്കലും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. നമുക്ക് മോചനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം പല സാഹചര്യങ്ങളിൽ നമ്മൾ ഭഗവാനെ മറന്നു പോകാറാ പതിവ്. എന്തുകൊണ്ടാണ്? മായാശക്തി. മായ അത്രത്തോളം പ്രബലമാണ്. ഭഗവാന്റെ 3 ശക്തികളിലുള്ള അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. ഇതിലെ ബഹിരംഗ ശക്തിയായ ദുർഗാദേവി നമ്മളെ എളുപ്പത്തില് ഭഗവാനിലേക്ക് അടുപ്പിക്കില്ല. കാരണം അത്രയ്ക്ക് ഭഗവാനിൽ നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാനോ, ഭഗവാന്റെ ഭക്തന്മാര്, അതായത് ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല. അതിനാണ് സംഘം, ഭക്തസംഘം. ഭക്തന്മാരിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്താ ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ ശ്രവണം കീർത്തനം, നമ്മള് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ നവവിധ ഭക്തി, ഈ നവവിധ ഭക്തിയും ചെയ്തിട്ടുള്ളതാണ് അംബരീഷ മഹാരാജാവ്. അപ്പോ അങ്ങനെ നമ്മള് ഏതെങ്കിലും ഒരെണ്ണം, ഒരു തരത്തിലെങ്കിലും നമ്മൾ ഭഗവാനെ സേവിക്കണം. അതാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഈ രൂപത്തിൽ വന്നിട്ടുള്ള ഒരാളുടെ കടമ. അതായത് ഇവിടെ പറയുന്നു, സർവാതിശായിയായ ഭക്തിയുത സേവന പ്രാപ്തിയാണ്, ഭഗവത് ഭക്തിയുത സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശിയുടെയും പരമധർമ്മം. അപ്പോ നമ്മള് ഭാരതത്തിൽ ജനിച്ചവരുടെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് നമ്മള് സനാതന ധർമ്മത്തിന്റെ മാത്രമല്ല ഇത് എല്ലാ മനുഷ്യരാശികളുടെയും. എത്ര ലക്ഷം മനുഷ്യര് എത്ര കോടി മനുഷ്യര് ഈ ഭൂമുഖത്തുണ്ടോ അവരുടെ എല്ലാവരുടെയും പരമമായ ധർമ്മം ഭഗവത് സേവനമാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ സേവിച്ചാൽ മതിയോ? ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ, നമ്മുടെ ധർമ്മം ഇതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, നമുക്കറിയാം പല ധർമ്മം എന്നാണ് പറയുന്നത്. പല മതത്തിലും ഉള്ളവർ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. പക്ഷെ അവരോടൊന്ന് ഭഗവാനെ പറ്റി ചോദിച്ചു നോക്കൂ, അവർക്ക് പറയാൻ പറ്റുമോ ഭഗവാൻ എന്താണെന്നുള്ളത്? ചിലവർ പറയും രൂപമില്ലാത്ത ആളാണ്, ചിലവർ പറയും രൂപമുണ്ട് പക്ഷെ അവർക്ക് അത് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? വേണും കൊണന്തം അരവിന്ദ ദളായുധാക്ഷം ബർഹാവതംസം അതിസുന്ദര മന്ദഹാസം കന്ദർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. നമുക്കത് പറയാം, അല്ലെ? വേണു പിടിച്ച്, അതായത് ഓടക്കുഴല് പിടിച്ചിട്ട് ആ മൈക്കിയിൽ വെച്ചിട്ടുള്ള ഭഗവാന്റെ രൂപം നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഭഗവാൻ. ആ ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ഭക്തിയുത സേവനം ചെയ്യണം. ആ ഭക്തിയുത സേവനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള് ഭക്തസംഘത്തില് ഭക്തന്മാരുടെ നമ്മുടെ ആചാര്യന്മാരുടെ പാത പിന്തുടരുന്ന, അല്ലെങ്കിൽ അവരുടെ ശിക്ഷണം, ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തിട്ട് ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ശരിയായ, നമ്മുടെയൊക്കെ ഭാഗ്യമാണ് നമ്മൾക്ക് ഭഗവാന്റെ ഈ ഒരു പ്രഭുപാദയ്ക്ക് നമസ്കാരം എത്ര നമസ്കരിച്ചാലും മതിയാവില്ല, അല്ലെ? കാരണം പ്രഭുപാദയുടെ ഒരേ ഒരു അനുഗ്രഹമാണ് നമ്മൾക്ക് ഈ ഗുരുശിഷ്യ പരമ്പരയിലേക്ക് വരാൻ പറ്റിയത്. ഈ ഗുരുശിഷ്യ പരമ്പര ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഭയങ്കര ഭക്തന്മാരാണെന്ന്. ദിവസവും രാവിലെ അമ്പലത്തിൽ പോണുണ്ട്, അത് കഴിഞ്ഞ് വരുമ്പോ കുറെ കുറ്റങ്ങൾ പറഞ്ഞു, കുറച്ച് അന്നത്തെ ആവശ്യത്തിനുള്ള കുറെ സാധനങ്ങൾ മേടിച്ചു, കൂട്ടത്തിൽ കുറച്ച് മത്സ്യമോ അല്ലെങ്കിൽ മാംസമോ മേടിച്ചു. അവിടെ ഭക്തി ഉണ്ടോ? ഇല്ല. ഭഗവാൻ എന്താ പറയണത്? എല്ലാ ജീവജാലങ്ങളും
എല്ലാ ജീവജാലങ്ങളും മത്ത പരതരം നാസ്തി കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഭഗവാൻ അതാ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു സൂത്രത്തിൽ, ഒരു മാലയിലെ ചരടിൽ എങ്ങനെയാണോ ഒരു ചരടിലെ മാല കോർത്തിട്ടുള്ളത്, ആ മുത്തുമണികൾ പോലെയാണ് ഈ കണ്ട സകല ചരാചരങ്ങളും ഭഗവാനിൽ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ജീവികളെയും കൊല്ലാനുള്ള അധികാരമില്ല, ഒന്നിനെയും നമുക്ക് ഉപദ്രവിക്കാനുള്ള അധികാരമില്ല. കാരണം നമ്മൾക്ക് എന്ത് റൈറ്റ്സ് ആണോ ഈ ലോകത്തുള്ളത്, അതേ അധികാരവും അവകാശവും ഒരു ഉറുമ്പ് മുതല് ബ്രഹ്മാവ് വരെയുള്ള ഈ ഭൗതിക ലോകത്തിലെ എല്ലാവർക്കും ഉണ്ട്. അത് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളത് മനസ്സിലാക്കണം. മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ പറയണു, അഹൈതുകവും നിർവിഘ്നവുമായ ആത്മാവിനെ, ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സ്, ശരീരം, നമ്മുടെ ബോധം എല്ലാം ഇവിടെ പറയാണ്. കാരണം മനസ്സാ വാച കർമ്മണ നമ്മള് ഭഗവാന്റെ മാത്രം സേവനം. എങ്ങനെയുള്ള സേവന പറയണത്? അഹൈതുകം. നമ്മളെ ഭഗവാനെ സേവിക്കാൻ നമുക്ക് ഒരു കാരണവും വേണ്ട, ഒരു കാരണവും ഉപാധികളൊന്നും ഇല്ലാണ്ട്. അന്യാഭിലഷിതാ ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം. ജ്ഞാനത്തിൽ കൂടെയോ കർമ്മത്തിൽ കൂടെയോ ഒന്നും ആവൃതമാകാതെ ഭഗവാനെ സേവിക്കുക, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോ മക്കളെ അച്ഛൻ സ്നേഹിക്കുന്നത് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടല്ലല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മക്കളെ എങ്ങനെയാ അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നതും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവരുടെ കടമയാണ്. അതാണ് അവർക്കറിയാം, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് അതില്ലാത്തത് എന്തുകൊണ്ടാ? കാരണം അവർക്ക് ആ ഭഗവാനെ കുറിച്ചുള്ള അറിവിന്റെ പോരായ്മയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു കാരണങ്ങളും കൂടാണ്ട് നിർവിഘ്നമായിട്ട് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാണ്ട് നമ്മള് പൂർണ്ണമായും സംതൃപ്തമാക്കുന്നതും ആയിരിക്കണം. ആരെ സംതൃപ്തമാക്കേണ്ടത്? ഭഗവാനെ സംതൃപ്തമാക്കണം, ഭഗവാന്റെ രൂപങ്ങളെ സംതൃപ്തമാക്കണം, നമ്മുടെ ആത്മാവിനും സംതൃപ്തമാകണം. അപ്പോ ഈ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നത് പരമാത്മാവിനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനെ സേവിക്കാനായിട്ട്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭാവാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? നൈമിശാരണ്യത്തിലെ ഋഷിമാരുടെ പ്രഥമ അന്വേഷണത്തിന്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം പറഞ്ഞു തുടങ്ങാണ്. വെളിപ്പെടുത്തുന്ന അഖില ധർമ്മശാസ്ത്രങ്ങളുടെയും സംക്ഷേപ വിശദമാക്കുവാനും. അഖില ധർമ്മശാസ്ത്രങ്ങള്, ഇതിനു മുമ്പ് മാതാജി പറഞ്ഞിട്ട് നമ്മൾക്ക് കുറെ അധികം ശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വേദേഷു സർവേഷു അഹമേവ വേദം വേദാന്തകൃത് വേദ വിദേവ ചാഹം. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, വേദങ്ങളിൽ കൂടി ഒന്നും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭക്തിയോടുകൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ആ വേദങ്ങളുടെ എല്ലാത്തിന്റെയും സംക്ഷേപം, അതായത് നമുക്കറിയാം ഇതിന്റെ ഭാഗവതത്തിന് എല്ലാ വേദങ്ങളുടെയും സംക്ഷിപ്തമായിട്ടുള്ള ഇതാണ് അല്ലെ. അപ്പോ ആ ഭാഗവതത്തിൽ കൂടെ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. പതിതാത്മാക്കൾക്കും സാമാന്യ ജനങ്ങൾക്കും എളുപ്പത്തിൽ ഉൾക്കൊള്ളാവുന്ന സുപ്രധാന ഭാഗം അവതരിപ്പിക്കാനും ഋഷിമാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പൊ കലിയുഗം, അതായത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണല്ലോ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം കൊടുക്കുന്നത്. അത് കേട്ടിട്ടുള്ള ശൗനകാദി മഹർഷികളിൽ നിന്നാണ് ഇവര് സുത ഗോസ്വാമി മനുഷ്യരിൽ നിന്നാണ് ഇവര് ഇത് കേൾക്കണത്, എന്താ പറയാ, ഭാഗവതം. അപ്പൊ അവര് പറയണത് കലിയുഗത്തിലെ ജനങ്ങളിലെ പതിതാത്മാക്കളുണ്ട്, സാമാന്യ ജനങ്ങളുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് അവര് പറയണത്. മാനവർ രണ്ടു തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നു. ഒന്ന് പറയണത് അവര് വ്യത്യസ്ത തരം കർമ്മങ്ങളാണ്, അതായത് ധർമ്മങ്ങളാണ് ചെയ്യണത്. അത് വേദങ്ങൾ നിർദ്ദേശിക്കണം. പ്രവൃത്തി മാർഗവും അതായത് ഇന്ദ്രിയ സംതൃപ്തി മാർഗവും പിന്നെ പരിത്യാഗ മാർഗം, അതായത് സന്യാസ മാർഗം. അപ്പോ പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഇന്ദ്രിയ സന്ദർപ്പണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേദങ്ങളിൽ കൂടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണത് എന്താ? കാരണം നമുക്കറിയാം വേദങ്ങളിൽ കുറെ അധികം സൂക്തങ്ങളുണ്ട്. ഈ സൂക്തങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂക്തം, അതായത് ഇപ്പൊ ഭാഗ്യസൂക്തം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചാൽ അത് ഭാഗ്യമുണ്ടാവും. അതുപോലെ തന്നെ നല്ലതാണ് പുരുഷ സൂക്തം, നാരായണ സൂക്തം, ഇതെല്ലാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഭഗവാനെ? നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്, ഭഗവാനെ സ്തുതിക്കുന്നത് നല്ലതാണ്. എന്തൊക്കെ വിധത്തില് നമ്മൾ ഭഗവാനെ സ്തുതിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം നമ്മൾ ഭഗവാനെ സ്തുതിക്കണം. പക്ഷേ അതൊന്നും നമ്മുടെ ഭൗതിക അഭിലാഷത്തിനായിട്ടാവരുത്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടായിരിക്കരുത് വേദങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്.
അത് നമ്മൾക്ക് ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാം, ഭഗവാനെ എങ്ങനെ സ്തുതിക്കാം, ഭഗവാനെ എങ്ങനെ നമുക്ക് സേവ ചെയ്യാം, അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അപ്പോ ഇവിടെ പറയണു പിന്നെ ഒന്ന് സന്യാസമാർഗം. അപ്പൊ നമുക്ക് ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, സന്യാസത്തിനേക്കാളും അർജുനൻ ചോദിക്കുന്നുണ്ട്, സന്യാസം ചെയ്താൽ പോരെ കൃഷ്ണ, ഞാൻ എന്തിനാ യുദ്ധം ചെയ്യണേന്നല്ലേ? കാരണം എല്ലാം ഭഗവാനെ സേവിക്കാനുള്ള. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? അവരവരുടെ ധർമ്മമാണ് ഏറ്റവും മുഖ്യം. അവിടെയാണ് നമ്മൾക്ക് ഇവിടെ ധർമ്മം, അതായത് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം എപ്പോഴും ഭഗവാനെ സേവിക്കാനായിട്ടുള്ളതാണ്. അപ്പോ എന്തിനാണ് അർജുനനോട് അങ്ങനെ പറഞ്ഞത് ഭഗവാൻ? അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അപ്പൊ നമുക്കറിയാം 4 വർണ്ണങ്ങളുണ്ട്, 4 ആശ്രമങ്ങളുണ്ട്. ഈ 4 വർണ്ണങ്ങളില് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതില് ബ്രാഹ്മണരാണ് ക്ഷത്രിയര് രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ആരെയും വൈശ്യരായിട്ട് അല്ല, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരെ എല്ലാവരെയും ഇതിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാരെ ദ്വിജന്മാരെ എന്ന് പറയും. കാരണം അവര് ഉപനയനം നടത്തി ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രവും പിന്നെ ക്ഷത്രിയർക്ക് യുദ്ധത്തില് ഉപദേശിച്ചു കൊടുക്കാനുമാണ്. എന്നാൽ ഇപ്പോ എല്ലാവരും ആരും ഉപനയനാവട്ടെ ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് എല്ലാവരും ശൂദ്രരാണ്. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? ശൂദ്രന്മാര്, മ്ലേച്ഛന്മാരാണ് രാജ്യഭരണം നടത്തുന്നത്. അപ്പൊ എന്തായി? നമ്മളുടെ എല്ലാ തരത്തിലുള്ള പുരോഗതി, എന്ത് പുരോഗതിയാ നമുക്ക് ആവശ്യം? ഭൗതികമായിട്ട് കുറെ നമ്മൾ ചെയ്യണതല്ല. നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ അറിയാൻ സാധിക്കാണ്ടായി. അതാണ് കലിയുഗം. കലിയുഗത്തില് ധർമ്മം ക്ഷയിച്ചു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആദ്യം തന്നെ. അപ്പോ അതുകൊണ്ട് സന്യാസമാർഗം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ധർമ്മത്തിൽ കൂടെ തന്നെ നമ്മൾ അത് ചെയ്യണം. അതായത് സന്യാസിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് ആരുടെ അടുത്തും സ്ഥിരമായിട്ട് നിൽക്കരുത്, ഒരു സ്ഥലത്തും ഒന്നിൽ നിന്നും അവർക്ക് ആഗ്രഹം പാടില്ല, ഭയം പാടില്ല. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരാണ് അവരൊരു തരത്തിലുള്ള മോഹങ്ങളിലും പെടാൻ പാടില്ല. അങ്ങനെ സന്യാസിക്ക് എന്ന് പറഞ്ഞ് കുറെ ധർമ്മങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഭഗവത്ഗീതയില് പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ സന്യാസ മാർഗമാണോ ഇന്ദ്രിയ സംതൃപ്തിക്കുള്ള മാർഗമാണോ വലുത് എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും സന്യാസ മാർഗം തന്നെയാണ് അല്ലെ വലുത്. അത് കഴിഞ്ഞിട്ട് പറയണു പരമകാരണ ഹേതുവാകയാൽ ഉന്നതവുമാണ്. അപ്പൊ ഉന്നതമായ ഭക്തിയാണ് നമുക്ക് ആവശ്യം. അത് എങ്ങനെയാണ്? പ്രേമഭക്തി. ഭഗവാനെ നമ്മള് പ്രേമിക്കുക. അതാണല്ലോ നമ്മുടെ ഗോപികമാര് ചെയ്തിട്ടുള്ളത്. അവര് മാധുര്യ രസത്തിലായിരുന്നു. നമുക്കറിയാം പ്രധാനപ്പെട്ട 5 രസങ്ങൾ ഉണ്ടെന്ന്. ശാന്തം, ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം. ഇതില് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് മാധുര്യ രസമാണ്. ആ ഗോപികമാർക്ക് അവർക്ക് വേറെ ഒന്നും വേണ്ട അല്ലെ? ഒരു കഥ കേട്ടിട്ടുള്ളതായിരിക്കും എല്ലാവരും. ഭഗവാൻ ഇങ്ങനെ ഗോപികമാരുടെ മാഹാത്മ്യത്തിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നാരദരോട് പറയുന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ തല വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് എന്താണ് പറയാ, അപ്പൊ അതിനെന്താ ചെയ്യാന്ന് ചോദിക്കും നാരദര്. അപ്പൊ പറയും, ഇങ്ങനെ ഒരു ശുദ്ധ ഭക്തരുടെ കാലിന്റെ ഉള്ള പൊടി ഇട്ട് കഴിഞ്ഞാൽ മാറും പറയും. അപ്പൊ നാരദരായാലും മതി എന്ന് പറയുമ്പോ നാരദര് എന്താ പറയാ? വേണ്ട കൃഷ്ണ, വേണ്ട ഭഗവാനെ, ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ നരകത്തിൽ പോകുന്നു പറയും. അതേപോലെ തന്നെ ഭഗവാന്റെ ഭാര്യമാരോട്, പത്നിമാരോട് വന്ന് ചോദിക്കുമ്പോ അവരും പറയും, ഇല്ല ഭഗവാന്റെ തലയിലിട്, എന്താ ഈ പറഞ്ഞ, അത് ദോഷാണെന്ന് പറയും. എന്നാ ഗോപസ്ത്രീകളോട് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? എന്താ വേണ്ടേ തരാം, ഞങ്ങളുടെ ഭഗവാന് വേണ്ടിയിട്ട് ഏത് നരകത്തിൽ പോവാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അതാണ് ഭക്തി. അങ്ങനെയുള്ള ഒരു ഭക്തിയുടെ ലെവലിലേക്ക്, ആ പ്രേമത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അങ്ങനെ ആ പ്രേമത്തിലേക്ക് എത്തണതിന്റെ കാരണം എന്താണ്? അവർക്ക് ഭഗവാനും അവരും വേറെയല്ല, സാധാരണ ഭക്തിയാണ് അവിടെ. അവരവരുടെ കൂട്ടുകാരനായിട്ടും കളിക്കൂട്ടുകാരനായിട്ടും അതുപോലെ തന്നെ അവരുടെ യശോദാമ്മയുടെ മകനായിട്ടും, അല്ലെങ്കിൽ യശോദാമ്മയ്ക്ക് ഒരെല്ലാം ഭഗവാനെ ബന്ധിച്ചിടാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഭഗവാനെ ബന്ധിച്ചിടാൻ കാരണം എന്താ? അതിലിടയിൽ ബലരാമസ്വാമി വന്ന് പറയും, അമ്മ ഇത് അറിയോ ആരാന്ന്? ഇത് ലൗകികനാഥനാ. അപ്പൊ എന്താ അമ്മ പറയണേ? എന്നാ നിന്നെ ഞാൻ ബന്ധിച്ചിടാന്ന് പറയണേ. അതൊന്നും യശോദാമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. യശോദാമ്മയ്ക്ക് സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ആ ചെറിയ രൂപത്തിൽ നിൽക്കുമ്പോഴും അത് യശോദാമ്മയുടെ മകൻ മാത്രാണ്. ആ ഒരു ഭക്തിയിലേക്ക് നമുക്ക്, വ്രജവാസികളുടെ ഭക്തി ഒരിക്കലും നമുക്ക് കിട്ടില്ല. കാരണം അവർക്ക് യാതൊരു ഉപാധികളും ഇല്ലാണ്ടാണ് അവർ ഭഗവാനെ സേവിക്കുന്നത്. അങ്ങനത്തെ സേവനമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അല്ലെ? അതാണ് ഭഗവാന്റെയും ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ ആ ഭക്തിയിലേക്കാണ്, ഉന്നതമായ ഭക്തിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. പിന്നെ പറയുന്നു, ഭൗതിക അസ്തിത്വത്തിൽ ജീവിതം ക്ലേശബദ്ധവും
താൽക്കാലികവും. നമുക്കറിയാം നമ്മൾ ആരും ഇവിടെ ശാശ്വതമല്ല എന്നുള്ളത്. ഈ ഭൗതിക പ്രപഞ്ചം താൽക്കാലികമാണ്, എന്നാൽ ശാശ്വതമല്ല. മിഥ്യയല്ല, പ്രപഞ്ചമുണ്ട്, പക്ഷെ അത് ശാശ്വതമല്ല. അതുകൊണ്ടാണ് നമ്മള് പറയണത് ഈ മിഥ്യയാണ് പ്രപഞ്ചം എന്ന്. അല്ല, നമ്മളും ശാശ്വതമല്ല. അത് പറയണു യഥാർത്ഥ ജീവിതം ആത്മീയ അസ്തിത്വമാവുന്നു. ഇപ്പൊ നമ്മള് മനസ്സിലാക്കിയതുപോലെ നമ്മള് ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആത്മീയമായിട്ട് ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ഇതിൽ കൂടെയാണ് നമുക്ക് ഭഗവാനെ അറിയാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഭൗതിക അവിടെ ആനന്ദമൊന്നുമില്ല, ദുരിതങ്ങളിൽ നിന്നും അവിടെ ജീവിതം ശാശ്വതവും പരമാനന്ദപൂർണവും വിജ്ഞാന സമ്പൂർണവുമാവുന്നു. സച്ചിത് ആനന്ദം, ആനന്ദം അല്ലെ, സത് എല്ലാം ശാശ്വതമാണ്. എവിടെയാണ്? ഭഗവാന്റെ വൈകുണ്ഠ ലോകങ്ങളില്, ഗോലോക വൃന്ദാവനത്തില്. അവിടെ എല്ലാം ശാശ്വതമാണ്, അവിടെ ഒന്നും ഇല്ലാണ്ടില്ല. അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ ഭൗതിക ലോകം. അപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ളതിനെ നമ്മൾക്ക് അറിയാം, ഇത് നമ്മൾക്ക് ക്ലേശമാണ്. അപ്പൊ ഈ ക്ലേശങ്ങളിൽ നിന്ന് നമ്മൾക്ക് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഭഗവാനെ സേവിക്കണം. അങ്ങനെ ഇവിടുത്തെ ഈ താൽക്കാലികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശാശ്വതമായ ആനന്ദത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാണ് ഭക്തിയുത സേവനം. അതിന് ആകെ സാധിക്കുന്നത് ആർക്കാണ്? മനുഷ്യർക്ക് മാത്രമാണ്. ബാക്കി മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി ഇല്ലാത്തവരെന്നാണ്. കാരണം എന്തോ അവർക്ക് ബുദ്ധി ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, ഭഗവാനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് ഇന്നിപ്പോ നമ്മൾ എത്ര ചീത്ത വലിച്ചാലും കുറെ കഴിയുമ്പോൾ ഓർമ്മശക്തി അവർക്കില്ല. അവൻ തിരിച്ചു വരും. ഒരു പട്ടിയെ ഒരു യജമാനൻ അവന് ഇഷ്ടപ്പെട്ട ഒരു യജമാനനാണെന്നുണ്ടെങ്കിൽ ആ പട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ യജമാനൻ ആ പട്ടിയെ ഉപദ്രവിച്ചു എന്നുണ്ടെങ്കിലും എന്താ ചെയ്യാ? പാവം കുറച്ച് കഴിഞ്ഞാല് അത് ഓടി വരും. അപ്പോ ഓർമ്മയില്ലാത്തത് എന്നാണ് മൃഗം എന്ന് പറഞ്ഞാൽ അർത്ഥാവണം. അപ്പൊ അതുകൊണ്ട് അത് ഓടി വന്ന് പിന്നെയും വാലാട്ടും, അല്ലെ? അപ്പൊ അതാണ് മൃഗത്തിന്റെ അവസ്ഥ. പക്ഷെ മനുഷ്യനതല്ല. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും ഭഗവാൻ എന്താണ്. ഈ ശരീരത്തിലിരുന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ധർമ്മം ഉണ്ടാവാണ്ടിരിക്കുന്നത്? ഈശ്വര സ്മരണ കുറയുമ്പോൾ. ഈശ്വരനെ നമ്മള് വർണ്ണാശ്രമത്തിൽ കൂടെ, ഈ 4 ധർമ്മങ്ങളിൽ കൂടെയും ഈ 4 ആശ്രമത്തിൽ കൂടെയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിനാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, അല്ലെ? അപ്പൊ ഇതിൽ കൂടെ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ? അർത്ഥം സമ്പാദിക്കും, കാമങ്ങളെല്ലാം പൂർത്തീകരിക്കും. ധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ ധർമ്മം എന്താ? കുട്ടികളെയും സമൂഹത്തിനെയും എല്ലാത്തിനെയും നമ്മൾ സേവിക്കുക എന്നുള്ള ധർമ്മത്തിലേക്ക് അങ്ങോട്ട് വിട്ടുപോവാ. കാരണം ഈ ഭൗതികത്തിലെ ആസ്വാദനങ്ങൾ കൂടുന്തോറും നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെയാണ് എല്ലാ സുഖം, ഇവിടെ തന്നെ നമ്മൾ ജീവിക്കണം എന്നാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് അപ്പൊ എന്തുണ്ടാവണം? ഈശ്വര സ്മരണ ഇല്ലാണ്ടാവണം. ഈശ്വരനെ സ്മരിക്കാത്തിടത്തോളം കാലം നമുക്ക് ഭഗവത് സേവനം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ബ്രഹ്മലോകം മുതൽ അധമലോകം വരെ ഈ കാണുന്ന എല്ലാത്തിലും ആ ബ്രഹ്മ ഭൂനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ബ്രഹ്മലോകത്ത് ചെന്നാലും അർജുന, നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് വീണ്ടും നമ്മൾ സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ഹാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെ 9 വിധ ഭക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞു, നമുക്കറിയാം കലിയുഗ ധർമ്മമാണ് നാമസങ്കീർത്തനം. ഭഗവാൻ പറയുന്നുണ്ട് കലിയുഗത്തില് ഭഗവാൻ നാമരൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 4 യുഗങ്ങളുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിലിപ്പോൾ കലിയുഗത്തില് മറ്റുള്ള യുഗത്തിലേക്ക് ധർമ്മങ്ങൾ അറിയാം. അതായത് തപസ് ചെയ്യാൻ മാത്രമുള്ള ആയുസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തപസ് ചെയ്യാം. പിന്നെ യാഗയജ്ഞാദികൾ ചെയ്യാനുള്ള സാധനങ്ങൾക്കെല്ലാം അത്ര പരിശുദ്ധി ഉണ്ടായിരുന്നതാണ് ത്രേതായുഗത്തിലേക്ക്. അപ്പൊ അവർക്ക് അത് ചെയ്യാൻ പറ്റി. ഭഗവാനെ സേവിച്ച് വിഗ്രഹാരാധനയായിരുന്നു ദ്വാപരയുഗത്തിലുണ്ടെങ്കിൽ കലിയുഗത്തില് നമ്മൾക്കറിയാം കിട്ടുന്ന സാധനങ്ങൾ നല്ലതല്ല, ശുദ്ധമായ സ്ഥലമില്ല, ശുദ്ധമായി മന്ത്രങ്ങൾ ചൊല്ലാനുള്ള ആൾക്കാരില്ല. നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, വേറെ ആരും പറഞ്ഞു തന്നിട്ടുള്ളതല്ല. നമ്മള് നാമസങ്കീർത്തനം ചെയ്താൽ മതി. നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുള്ളതാണ് നാമസങ്കീർത്തനം. സുമേധസ, നമ്മള് ബുദ്ധിയുള്ളവര് ഭഗവാനെ അറിയാനായിട്ട് നാമസങ്കീർത്തനം ചെയ്യണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്.
പിന്നെ നമ്മള് ഇതിൽ പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ലാസ്റ്റിൽ പറയുന്നുണ്ട്, കലേർ ദോഷ നിരേ രാജൻ അസ്തി ഹ്യേതോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം പ്രജേത്. അതായത് കീർത്തനാ ദേവ കൃഷ്ണസ്യ, കൃഷ്ണനെ തന്നെ നമ്മള് കീർത്തനം ചെയ്യണം. ഇതില് എന്താ പറയാ, കലിസന്ധരണോപനിഷത്തിൽ പറയുന്നുണ്ട് അല്ലെ, ഹരേർ നാമ നാമൈവ കേവലം കലൗ നാസ്തൈവ ഗതിരന്യഥ. 3 പ്രാവശ്യ പറയണത്. ഹരിയുടെ നാമം ജപിച്ചില്ലെങ്കിൽ നമുക്ക് ഈ കലിയിൽ നിന്ന് ഒരു തരത്തിലും നമുക്ക് മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷ കിട്ടണില്ല. നമുക്കറിയാം, നമ്മള് ഇതിൽ പഠിച്ചിട്ടുണ്ട്, അതായത് സുസുഖം കർത്തും അവ്യയം ധർമ്മ്യം സുസുഖം അർത്ഥവ്യം അല്ലെ, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മം സുസുഖം കർത്തും അവ്യയം. അതില് നാരദ മഹർഷി എങ്ങനെയാ ഒരു വലിയ ഭക്തനായത്? നാരദ മഹർഷി ഒന്നും പഠിച്ചിട്ടില്ല, ഒരു കുട്ടിയായിരുന്നു. അമ്മ ഒരു എന്താ പറയാ, നമ്മുടെ ഈ കാർത്തിക മാസത്തില് ഇതിന് അവിടെ വന്നിട്ടുള്ള മഹർഷിമാർക്ക് സേവ ചെയ്തതായിരുന്നു. അപ്പൊ അവരുടെ സേവ ചെയ്യുമ്പോൾ അവരുടെ ഉച്ഛിഷ്ടം, അതായത് അവരുടെ ഭക്ഷണത്തിന്റെ ഇത് കഴിച്ചതാണ് നാരദ മഹർഷി ചെയ്തത്. അവർക്ക് വേണ്ടി സേവനം ചെയ്തു. പക്ഷെ എന്തായി? അത്രയും വലിയൊരു ഭക്തനായിട്ട് മാറി. അപ്പൊ പ്രത്യേകിച്ചുള്ള പഠിപ്പോ പ്രത്യേകിച്ചുള്ള അറിവോ ഒന്നും ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അറിയേണ്ടത് ഇതാണ്, ശുദ്ധമായ ഭക്തിയിൽ കൂടെ ഭഗവാനെ എങ്ങനെ സേവിച്ചാൽ മതി എന്നുള്ളതാണ്. ഒരു ചെറിയൊരു കഥ പറയാം. അതായത് ഭഗവാനെ സേവിക്കുന്നതിന്റെ ശുദ്ധമായ ഭക്തിയുടെ ഇതാണ്. കേട്ടിട്ടുള്ള കഥ തന്നെയായിരിക്കും ഇതും. അതായത് ഒരു ചെരുപ്പുകുത്തി ഉണ്ടായിരുന്നു. ആ ചെരുപ്പ് കുത്തിയും ഒരു വലിയൊരു ഭക്തൻ, അതായത് വേദങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവിടെ ഒരു പൂജ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോ ഈ രണ്ടുപേരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ നാരദർ ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെ കുറിച്ച് പറയണം, എന്താണ്, ഞങ്ങൾക്ക് എപ്പോഴാണ് ഭഗവാന്റെ അടുത്ത് വരിക എന്നുള്ളത് ചോദിക്കണം എന്ന് പറയും. 2 കൂട്ടരും പറയും. അങ്ങനെ നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഇങ്ങനെ ഇവർ രണ്ടാളും ചോദിച്ചിരുന്നല്ലോ, ഭഗവാനെ എപ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ പറ്റുകയെന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, അത് വരാൻ പോണത് ആ ചെരുപ്പ് കുത്തിയാണ് എന്ന് പറയും. അപ്പൊ നാരദർക്ക് അത്ഭുതമാവും, ഇതെങ്ങനെയാണ് ചെരുപ്പ് കുത്തിക്ക് വരാൻ പറ്റുക? അത്രയും അറിവും ചിട്ടയോടുകൂടെ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ആളാണല്ലോ ആ എന്താ പറയാ, അവിടെ പൂജാരി. അപ്പൊ എന്തുകൊണ്ട് ആ പൂജാരിക്ക് പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, ഒന്നും ചെയ്യണ്ട നാരദര് ചെന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഒരു സൂചിയുടെ ചെറിയ, നമ്മൾ കുഞ്ഞണ സൂചിയുടെ ഓട്ട അറിയാലോ, അതിൽ കൂടെ ആനയെ കിടത്തുകയാണെന്ന് മാത്രം അവിടെ ചെന്നിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. 2 ആളോടും പറയണമെന്ന് പറയും. അങ്ങനെ നാരദ മഹർഷി അവിടെ വന്നിട്ട് 2 ആളോടും പറയും, ഇങ്ങനെ ഭഗവാൻ ഇതാണ് പറഞ്ഞതെന്ന് പറയും. അപ്പൊ വേഗം തന്നെ അറിവുള്ള ആള് ചോദിക്കും, ഒരു സൂചിയുടെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ആനയെ കയറ്റാൻ പറ്റുമോ? ഇതെന്താ നാരദരെ പറയണേന്ന് ചോദിക്കും. അപ്പൊ നാരദരൊന്നും പറയില്ല. അങ്ങനെ തന്നെ ഈ എന്താ പറയാ, ചെരുപ്പൂത്തിയുടെ അടുത്ത് വന്നിട്ടും ഇതേ പറയുമ്പോ ചെരുപ്പൂത്തി പറയുന്ന ഒരു കാര്യം എന്താ, എന്റെ ഭഗവാനല്ലേ, ആ ഭഗവാൻ എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ ഭഗവാനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ആനയും സൂചി കൂടെ കയറ്റും. ആ വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. ഭഗവാന്റെ ആ പ്രേമത്തിനോടും ഭക്തിയോടുമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടും. അതിന് പ്രത്യേകിച്ച് അറിവിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പറയണത്, നമ്മുടെ പരിപൂർണമായിട്ടുള്ള സമർപ്പണം ഭഗവാനിലേക്ക്. അത് മാത്രമേ നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ ഇരുന്ന് നമുക്ക് ചെയ്യാനുള്ളൂ. അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ മുന്നേറാനും ഭഗവാന്റെ ധാമത്തിൽ എത്താനും സാധിക്കുള്ളൂ. ഇവിടെ പറയണു, നിത്യവും പരമാനന്ദപൂർണവും അഭിജ്ഞാന സമ്പൂർണവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന പരമപുരുഷ ഭക്തിയുത സേവനം സവിശേഷ ധർമ്മമാകുന്നു. അപ്പൊ നമ്മളുടെ ധർമ്മം എന്ന് പറയുന്നത് ഭക്തിയുത സേവനമാണ്. അത് നമ്മൾക്ക് എന്തിലേക്കാണ്? നിത്യവും ശാശ്വതവും പരിപൂർണ ആനന്ദവുമായതിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഭഗവാനെ സേവിക്കുക. എന്നാലും ചിലപ്പോൾ നിലവാരമില്ലാത്ത കാര്യത്താൽ ഇതിൽ മാലിന്യം കലരാം. അതായത് നമ്മുടെ ഭക്തിയുത സേവനത്തില് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങള് മാറുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ ഒരു ചെറിയൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കും ആ ഒരു ഭഗവാന്റെ ചെറിയൊരു വിഗ്രഹമാണെങ്കിലും പ്രതിഷ്ഠിക്കുക, അല്ലെ? അപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ
ആ ഭഗവാനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് സേവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ മാറ്റണം. എന്തൊക്കെയാ മാലിന്യങ്ങള്? കുശുംബ, അസൂയ, കുനിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ. കോപം, വൈരാഗ്യം, സാധാരണ വൈരാഗ്യം, ഭഗവാനോടുള്ള വൈരാഗ്യം അല്ല. പിന്നെ എന്താ? മോഹം. ഇതെങ്ങനെയുള്ള 6 വൈരികളുണ്ട്. ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിന് ശുദ്ധമാവുള്ളൂ. അപ്പോഴേ അവിടെ ഭഗവാൻ വരുള്ളൂ. അപ്പോഴേ നമുക്ക് അവിടെ ഭക്തിയുടെ സേവനം വരണുള്ളൂ. ജീവിതത്തിന്റെ രോഗാതുരാവസ്ഥയിൽ സന്തോഷത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് പരമക്ഷേമത്തിനായിട്ട് ഉള്ള സർവ്വസംഘ പരിത്യാഗമോ ഇന്ദ്രിയ നിഗ്രഹമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ഭൗതിക രോഗത്തിൽ പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങള്. ഒരു സൈക്കിൾ മേടിച്ചവന് തോന്നും ഒരു സ്കൂട്ടർ വേണമെന്ന്. സ്കൂട്ടർ കഴിയുമ്പോൾ അവന് തോന്നും കാറ് വേണമെന്ന്. കാറാവുമ്പോ അവന് എന്താ തോന്നാ? ഓ, ഈ കാറ് കുറച്ചും കൂടെ വലുതായെങ്കിൽ നല്ലതായിരുന്നു, കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് വലിയ കാർ മേടിക്കുമ്പോഴായിരിക്കും തോന്നുക അടുത്ത് പോണവന്റെ ബ്രാൻഡ് നോക്കുക നമ്മള്. ആ ബ്രാൻഡാണ് ഇത്തിരി ഗുണം വലുത്. അപ്പോ ഒരിക്കലും ആഗ്രഹങ്ങൾക്ക് ഒരു അറുതിയില്ല. അപ്പൊ ആ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ നമ്മളെപ്പോഴും ഭഗവത് സേവനത്തില് മുൻകൈ എടുക്കണം. അപ്പൊ ഇവിടെ പറയുന്നു, ധർമ്മം എന്നാൽ ഒരാളുടെ അസ്തിത്വത്തെ പാലിക്കുന്നത് ഏതോ അതാണ്. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. അസ്തിത്വം, നമ്മള് അംശമാണ്, ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും. ആ അംശത്തിന്റെ ജോലിയാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അപ്പൊ ആ സേവനമായ ധർമ്മമാണ് നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. അതിന് ഏറ്റവും ആവശ്യം എന്താണ്? ഭഗവാൻ കൃഷ്ണനെയാണ് മുഖ്യമായിട്ട്, കേന്ദ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ? ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണെന്ന് ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബ്രഹ്മാവാണ് ആദ്യമായിട്ട് ഭഗവാനെ കാണുന്ന ആള്. അപ്പൊ ആ ബ്രഹ്മാവിന് അറിയാം എന്താണ് ഭഗവാൻ എന്നുള്ളത്. ആ ഭഗവാനാണ് എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെയും കാരണം ഭഗവാനാണെന്ന് അറിയണത് കൊണ്ട് തന്നെയാണ് ബ്രഹ്മാവ് പറഞ്ഞത്, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. അങ്ങനെ കൃഷ്ണനെ മുൻനിർത്തി കൃഷ്ണന്റെ സേവനത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഞാനിവിടെ നിർത്താണ്. 8:45 ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് മാജി. ഏകാദശി ആയിട്ട് നിർജ്ജലായിട്ട് രാവിലെ ഇത്രയും നല്ലൊരു ബൂസ്റ്റർ ക്ലാസ് കണക്ക് കിട്ടി മാജി. വളരെ സ്പീഡ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പോയിന്റ്സ് പറഞ്ഞു മാജിയുടെ. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യം പ്രഭു. ഞാനും അത് ആലോചിച്ചു, ഏകാദശി ആയിട്ട് തന്നെ ഭഗവാനെ പറ്റി പറയാനുള്ള ഒരു അവസരം തന്നൂല്ലോ ഭഗവാൻ എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല സ്വീറ്റ് വോയിസ് മാജി. നല്ല രസമായിരുന്നു കേൾക്കാൻ. ഹരേ കൃഷ്ണ. നല്ല ഫ്ലോ ആയിരുന്നു പ്രഭു മാജി. ഒരിടത്തും നിർത്താതെ മാജി ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഭഗവാന്റെ ലീലയുടെ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നല്ല ഒരു ഫീൽ ആയിരുന്നു മാതാജി. നല്ല ഭക്തി തുളങ്ങുന്ന വാചകങ്ങള്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ലതായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ഭംഗിയായിട്ട് ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ ഭഗവാനെ ലയിച്ച് ഞങ്ങളങ്ങ് ഒഴുകുകയായിരുന്നു. വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു അതിലൂടെ അങ്ങ് ഒഴുകി അതിലൂടെ അങ്ങ് പോവുകയായിരുന്നു എന്നുള്ളതാണ്. വളരെ നന്നായിരുന്നു. വളരെയധികം രാവിലെ കണ്ണു തുറക്കുമ്പോ നല്ലൊരു സംഭാഷണം. വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഭക്തന്മാരുടെയും കൃപ മാതാജി. അല്ലാണ്ട് ഇതിൽ എന്റെ ഒന്നും ഇല്ലല്ലോ. നമ്മളെ ഭഗവാൻ തരുന്നതല്ലേ ഉള്ളൂ. അതെ അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിട്ട് പറഞ്ഞു മാതാജി. ഹരേ കൃഷ്ണ. നല്ലതായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു നിർത്താല്ലേ പ്രഭു? ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും മാതാജിക്കും പ്രഭുവിനും എന്റെ നമസ്കാരം. കാരണം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും ഭഗവാനും മാതാജിക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. വളരെ സന്തോഷം. ഭഗവാന്റെ കൃപയാൽ നല്ല ഒരു ഉഗ്രം ക്ലാസ് ആണ് ഭഗവാന്റെ കൃപയാൽ ഏകാദശി ദിവസം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മുടെ എല്ലാ ഡ്യൂട്ടീസ് ഹാപ്പിയാണ്.
മാതാജിയുടെ ആ മനോഹരമായ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഭക്തന്മാരെല്ലാം. മാതാജി എല്ലാ ചൊവ്വാഴ്ചയും മാതാജിയുടെ ക്ലാസ് നമുക്ക് വേണം മാതാജി. അതിനുവേണ്ടി ദയവായി മാതാജി മുന്നോട്ട് വരണം. മാതാജിയെ പോലെ മാതാജിയുടെ ഏരിയയിൽ ഇതേപോലെ ക്ലാസ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മാതാജി റെക്കമെൻഡ് ചെയ്യുകയും വേണം അവർക്ക് വേണ്ടി. മനോഹരം മാതാജി, വളരെ മനോഹരം. മാതാജിമാരെല്ലാം വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ചും കാരണം മാതാജി ഏറ്റവും നന്നായി ക്ലാസ് എടുക്കുന്ന കണക്ക് നോക്കുമ്പോൾ മാതാജിസിന്റെ എണ്ണം കൂടി കൂടി വരികയാണ്. വളരെ മനോഹരം, വളരെ മനോഹരം. വന്നാലും മാതാജി ദയവായി എല്ലാ ആഴ്ചയിലും മുന്നോട്ട് വന്നാൽ. നന്ദി. ഭഗവാന്റെ കൃപയും പ്രഭു പറഞ്ഞ പോലെ ഇത് തന്നതിന് എനിക്കും ഭഗവാന്റെ അനുഗ്രഹം പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പ്രഭു. ഹരേ കൃഷ്ണ. പിന്നെ മാതാജി ഹരേ കൃഷ്ണ. കഥാവർ പ്രഭു മാതാജി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കഥാവർ പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നുമില്ല. അല്ല, എന്നാലും മാതാജി ഇത്രയും നല്ലൊരു റിയലൈസേഷൻ ആണ് മാതാജി പറഞ്ഞതെല്ലാം. വളരെ ശ്ലോകങ്ങളായാലും അതിന്റെ ഒരു ഫ്ലോ, രമ്യ പറഞ്ഞ ഫ്ലോ ഭയങ്കര നന്നായിരുന്നു. നമുക്ക് ചെവി മാറ്റാൻ പറ്റാത്തൊരു ഫ്ലോ ആയിരുന്നു അത്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതേ അത് ചിലവരുടെ ക്ലാസ്സിലേക്ക് കിട്ടുള്ളൂ. നല്ല ഫ്ലോ ആയിരുന്നു ക്ലാസ്സിന്റെ. ഹരേ കൃഷ്ണ. പക്ഷെ മറന്നു പോകും പ്രഭു ഞാൻ ഇടയ്ക്കിടയ്ക്ക്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. മാതാജിയെ കുറിച്ച് ഭഗവാന്റെ കൃപയാൽ എനിക്ക് അറിയാവുന്ന കാര്യം പറയാം. മാതാജി നല്ലൊരു വൈഷ്ണവിയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദീക്ഷ എടുത്ത ഡ്യൂട്ടീസ് ആണ്. ശരിയല്ലേ മാതാജി? ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? ഒരു ഡ്യൂട്ടി ഫാമിലിയാണ്. മാതാജിയുടെ മക്കളെല്ലാം മാരീഡ് ആണ്. മാതാജി കൊടുങ്ങല്ലൂരിലാണ് താമസം. മാതാജി ഹിസ് ഹോൾനെസ് ജയപതാക സ്വാമി മഹാരാജിന്റെ ശിഷ്യയാണ്. കുറച്ച് വർഷങ്ങൾ മാതാജി ഗൾഫിലായിരുന്നോ മാതാജി? അല്ല പ്രഭു, ഞാൻ മദ്രാസിലാണ്. ഇപ്പൊ കുറച്ച് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മദ്രാസിലേക്ക് പോകും, ഇവിടെ ഇടയ്ക്ക് ഉണ്ടാവും. അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ മാതാജി നമ്മുടെ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് വരികയുണ്ടായി. അപ്പൊ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഡ്യൂട്ടിമാരുടെ ഷോർട്ടേജ് ഉണ്ട്, ക്ലാസ് എടുക്കാൻ. ഇതൊരു യജ്ഞമാണ്, എല്ലാവരും സഹകരിച്ചാലും മുന്നോട്ട് വരാൻ പറ്റും. ദീക്ഷ എടുത്ത ഡ്യൂട്ടീസ് മുന്നോട്ട് വരണം മാതാജിസും പ്രഭുസും എന്ന് പറഞ്ഞപ്പോൾ മാതാജി എന്നെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് മാതാജിയായിട്ടുള്ള എനിക്കുള്ള പരിചയം. എന്തായാലും നമുക്ക് ഭഗവാന്റെ നല്ല കാരുണ്യമുണ്ട് എന്നുള്ളതിന് തെളിവാണ് മാതാജിയെ നമുക്ക് കിട്ടിയത്. മനോഹരമായ ഫ്ലോ. പരമാനന്ദ പ്രഭു പറഞ്ഞതുപോലെ നല്ല സൂപ്പർ ഫ്ലോയോട് കൂടിയാണ് മാതാജി സംസാരിച്ചത്. അത് റിയലൈസേഷൻ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ നല്ല റിയലൈസേഷൻ ഉള്ള ക്ലാസ് എടുക്കുന്ന മറ്റൊരു ഡ്യൂട്ടിയെയും കൂടെ ഭഗവാന്റെ കൃപയാൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. സ്വാഗതം മാതാജി. എല്ലാ ട്യൂസ്ഡേ ചൊവ്വാഴ്ചയും മാതാജിയുടെ ക്ലാസ് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരാം. വന്നാലും മാതാജി സ്വാഗതം. വളരെ സന്തോഷം. നന്ദി മാതാജി. അടുത്ത ചൊവ്വാഴ്ച വെച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത മാസം മുതൽ കണ്ടിന്യൂ ചെയ്താൽ മതി പ്രഭു. ഓക്കെ മാതാജി. മാതാജി ഒരു സന്തോഷ വാർത്തയുണ്ട്. മാതാജി ഭക്തിശാസ്ത്രിയും പഠിക്കുന്നുണ്ട്. അപ്പൊ മാതാജിയുടെ ഭക്തിശാസ്ത്രിയുടെ ക്ലാസ്സും എക്സാമും കൂടെ നോക്കിയിട്ട് മാതാജി മുന്നോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാതാജി പറഞ്ഞാൽ മതി എന്നാണ് അസൗകര്യം ഉള്ളത്. അപ്പൊ മാത്രം നമുക്ക് ആൾക്കാരെ മാറ്റി ചൊവ്വാഴ്ച വെച്ചിട്ട് അടുത്ത പിന്നത്തെ മാസം മുതൽ കുഴപ്പമില്ലല്ലോ പ്രഭു, കാരണം ഇപ്പൊ പരീക്ഷയുടെ ഇതായിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ ഈ ചൊവ്വാഴ്ച മാത്രം മാതാജി കാണത്തില്ല. അടുത്ത ചൊവ്വാഴ്ച മുതൽ മാതാജി റെഗുലർ ആവും അല്ലെ? അതെ. അങ്ങനെ ആയിരിക്കും. സ്വാഗതം മാതാജി. വളരെ സന്തോഷം. നന്ദി മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും, എല്ലാ വൈഷ്ണവർക്കും ഇതെല്ലാം ഇന്നത്തെ സേവ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ശിക്ഷാഗുരുവിനും ദീക്ഷാഗുരുക്കന്മാർക്ക് സമർപ്പിച്ചുകൊണ്ട്, പാഞ്ചാകൽപതരിദ്യശ്ച കൃപാസിന്ധുദേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവന്റെ കീ ജയ്. ശ്രീല പ്രഭുപാദി കീ ജയ്. ശ്രീല ഗുരുദേവ് കീ ജയ്. നിതായ് പ്രേമാനന്ദ. ഹരേ കൃഷ്ണ.